എന്താ കാര്യം? എന്റെ സമയം ഒന്ന് നോക്കാൻ. എന്താ പേര്? എന്നാ വിളിക്കണം. അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ജീവിതത്തിൽ യാതൊരു ഉയർച്ച. ലോട്ടറികൾ ധാരാളം എടുക്കുന്നു, ഒരു എണ്ണം അടിക്കുന്നു, അടി ധാരാളം കടക്കാരിൽ കിട്ടുന്നുണ്ട്. എന്തോ നക്ഷത്രം എന്തുവാ? ഒരു കിട്ടാതി. അപ്പൊ കുട്ടന്റെ ജന്മത്തീയതി അറിയാമോ? ഇതിനകത്ത് എല്ലാം എഴുതിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സമയം എത്ര നാൾ ഈ കഷ്ടകാലം നിലനിൽക്കും? ഈ വർഷം അവസാനം ആവുമല്ലോ. അപ്പൊ ഈ മാസം കൊണ്ട് പ്രശ്നമെല്ലാം തീരൂ. ഇപ്പോഴാ സമാധാനമായത്. സമാധാനിക്കാൻ വരട്ടെ. ഇത് കഴിഞ്ഞാൽ പിന്നെ പുതിയ വർഷം തുടങ്ങുകയല്ലോ. അപ്പൊ പ്രശ്നങ്ങളുടെ അങ്ങോട്ട് തുടക്കമായിരിക്കും. അപ്പൊ ഇതിന് ഒരു പരിഹാരവും ഇല്ലേ? നിങ്ങളുടെ കഷ്ടകാലം മാറുന്നത് ദേഹരക്ഷ നിങ്ങളുടെ പേര് നക്ഷത്ര പൂജ നടത്തി ഞാനൊരു അതല്പം ചെലവുള്ള കാര്യമാണ്. ചില ഒരു പ്രശ്നമേ അല്ല പണിക്കരെ. എങ്കില് പിന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് നടത്താം. അപ്പൊ എന്തോ ചെലവ് വരും പണി? ഒരു 5001 രൂപ. അപ്പൊ ഞാനൊരു സംശയം ചോദിക്കട്ടെ. എന്റെ പേരും നക്ഷത്രവും സങ്കല്പിച്ചാണല്ലോ പൂജ നടത്തുന്നത്. അതെ. അപ്പൊ ഇതേ പേരിലും നക്ഷത്രത്തിലും ഒരുപാട് ആളുകളില്ലേ? തീർച്ചയായിട്ടും കാണുമല്ലോ. അപ്പോൾ ഈ പൂജയുടെ ഗുണം അവർക്കും കൂടിയല്ലേ കിട്ടുന്നത്? എന്റെ കാശിന്റെ പുറത്ത് അവർക്ക് എന്തിനാ ഐശ്വര്യം ഉണ്ടാകുന്നത്? ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ട്. എന്ത് പരിഹാരമാ? നിങ്ങളുടെ പേരിലും നക്ഷത്രത്തിനോടൊപ്പം നിങ്ങളുടെ ആധാർ നമ്പർ വെച്ച് പൂജ നടത്തിയാൽ പോരെ? സമാധാനമാക്കിയോ? ആധാർ നമ്പർ ഒരെണ്ണമല്ലേ കാണത്തുള്ളൂ. അതാണ് പറഞ്ഞത്, ഇതിനൊക്കെ പരിഹാരം ഉണ്ട്.